ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ നിർണായകമായ ഫോൺ സംഭാഷണം മാതൃഭൂമി ന്യൂസിന്. പ്രസ്ഥാനത്തിന് വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചിട്ടും ബി.ജെ.പിയും ആർ.എസ്.എസും ചെയ്തത് കണ്ടോ എന്നാണ് ആനന്ദ് ഫോൺ സംഭാഷണത്തിൽ സുഹൃത്തിനോട് ചോദിക്കുന്നത്. ആനന്ദിന് മനോവിഷമം ഉണ്ടായിരുന്നുവെന്ന ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ ശബ്ദ സംഭാഷണത്തിലേക്ക് ആദ്യം. ഞാൻ രണ്ടും കൽപ്പിച്ചു എന്നോടെ മത്സരിക്കാൻ തീരുമാനിച്ചു. പ്രഷർ എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ഒരാളും വിലക്കൊന്നുമില്ല. സംഘടനയുടെ ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മൾ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ്. അതായത് തന്റെ പണവും സമ്പത്തും എല്ലാം അല്ലെങ്കിൽ ശരീരമൊക്കെ സംഘടനയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് 2 പതിറ്റാണ്ടോളം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ ഒരു നിഷേധാത്മക സമീപനം പാർട്ടിയിൽ നിന്നുണ്ടായാലുള്ള മനോവിഷമമാണ് ആനന്ദ് കെ തമ്പിയുടെ ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാകുന്നത്. ഇപ്പം ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതികരണം വന്നത് പാനലിൽ പേരുണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെ തന്നെയായിരുന്നോ അതോ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകും എന്ന ഒരു നിലയിലുള്ള ഒരു സന്ദേശം ഇദ്ദേഹത്തിന് നൽകിയിരുന്നോ? ആ നിലയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു മനോവിഷമമാണോ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത്? ദിവേഷ്, ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്ത ശേഷം ആനന്ദിന് സംഘപരിവാർ ബന്ധമില്ല, RSS പ്രവർത്തകനല്ല, സഖാവാണെന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ, ന്യായീകരണങ്ങളെല്ലാം ഒരു വശത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ BJP RSS അനുഭാവികൾ നടത്തുന്നുണ്ട്. പക്ഷേ ആനന്ദിനെ അടുത്തറിയാവുന്നവരാരും തന്നെ ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാതെ നിശബ്ദരായിരിക്കുകയാണ്. ആനന്ദിന് തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം ജില്ലാ കാര്യകർത്താക്കളെ അറിയിച്ചിരുന്നു. വാർഡിന്റെ ചുമതലയുള്ള RSSന്റെ ചുമതലക്കാരെ അറിയിച്ചിരുന്നു. ഈ വാർഡിൽ നിന്ന് ഉയർന്നു വന്ന പേരിലുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വാർഡ് കമ്മിറ്റിയിൽ ആനന്ദിന്റെ താല്പര്യം അവിടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആനന്ദിന് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല. അപ്പോൾ ആനന്ദിന് ഒരു സ്ഥാനാർത്ഥിയെ ഒരു വാർഡിൽ മത്സരിപ്പിക്കാതിരിക്കാം. അതെല്ലാം തന്നെ ഓരോ പാർട്ടിയുടെയും അവരുടെ മാനദണ്ഡങ്ങൾ പ്രകാരം വിജയസാധ്യതയെല്ലാം പരിശോധിച്ചുള്ള കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. ആനന്ദ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യം എന്താണ്? താൻ മത്സരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ പകരം അവിടെ പാർട്ടി നൽകിയത്, BJP ഔദ്യോഗികമായി നിശ്ചയിച്ച് നൽകിയത് BJPയുടെയും അതുപോലെ BJPയുടെ ജില്ലയുടെയും മണ്ഡലത്തിൻ്റെയും വാർഡിൻ്റെയൊക്കെ ചുമതലയുള്ളവരും RSSന്റെ നേതാക്കളുടെ എല്ലാം പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് അവർ മണ്ണ് മാഫിയക്കാരാണെന്നും അവരുടെ മണ്ണ് മാഫിയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ അതാണ് ഒരു ഗുരുതരമായ ആരോപണം. അതിനുശേഷം ആനന്ദ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആനന്ദിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. ആനന്ദ് ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം എന്താ, കാരണമെന്ത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രസക്തം. അപ്പോൾ ആനന്ദിന്റെ ഇപ്പോൾ സുഹൃത്തുക്കളുമായുള്ള സംഭാഷണത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. തനിക്ക് നേരെ ഈ ചുമതലയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ സമ്മർദ്ദം, വലിയ ഭീഷണി ഉണ്ടായിട്ടുണ്ട്, വലിയ സമ്മർദ്ദം തനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ആനന്ദ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, ആത്മഹത്യയ്ക്ക് ഇടയായ കാരണമെന്ത് എന്നതാണ്. അപ്പോൾ പലയിടത്തും തനിക്ക് സമ്മർദ്ദമുണ്ട്. RSSന് വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു. എന്നിട്ടും BJP RSSും ചെയ്തത് കണ്ടോ? എത്ര കൊമ്പന്മാരായാലും താൻ പോരാടും. അങ്ങനെയാണ് ആനന്ദ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആനന്ദിന്റെ ആ സംഭാഷണമൊക്കെ ഈ നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്ത സംഭാഷണത്തിന് ശേഷമാണ് ആനന്ദ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചേരാൻ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കുന്നു, ശിവസേനയുടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുന്നു. ഇതിന് പിന്നാലെ ആനന്ദ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ആനന്ദിന് മേൽ അതിശക്തമായ സമ്മർദ്ദം, ആനന്ദിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദം ആരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതിനാണ് പോലീസിന്റെ അന്വേഷണവും വേണ്ടിവരുന്നത്, നടക്കാനും പോകുന്നത്. പോലീസ് FIR ഇട്ട് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരെയും ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആനന്ദിന്റെ ആത്മഹത്യക്കുറിപ്പിൽ ചിലരുടെ പേരുകൾ പറയുന്നുണ്ട്. ആ പേരുകൾ ഏറ്റവും പ്രധാനമാണ്. അതായത് ആനന്ദ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന ചില പേരുകൾ ഞാൻ ഓർമ്മിപ്പിക്കാം. BJP ഏരിയ പ്രസിഡന്റായിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗർ കാര്യവാഹ് രാജേഷ്, ഇവരൊരു മണ്ണുമാഫിയയുടെ
മണ്ണുമാഫിയാണെന്നും ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയായി അനി വിനോദ് കുമാർ എന്ന അനിയെ ആളും മണ്ണുമാഫിയാണ് എന്ന പേരുകൾ പരാമർശിച്ചുകൊണ്ടാണ് ആനന്ദിന്റെ ആത്മഹത്യക്കുറിപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണ് ആനന്ദിന് ആത്മഹത്യക്ക് ഇടയാക്കുന്ന തരത്തിലുള്ള പ്രേരണ ഉണ്ടായത് എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വരാവുന്നത്. ഏതായാലും എഫ്ഐആർ എടുത്തിട്ടുണ്ട്. ബന്ധു വിമലിന്റെ മൊഴി രേഖപ്പെടുത്തി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ട് തഴഞ്ഞെന്ന മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മനോവിഷമത്തിലായിരുന്നു ആനന്ദ് എന്നും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ BJP ശരിക്കും ഇവിടെ വെട്ടിലായിരിക്കുകയാണ്. കാരണം ഇന്നലെ നേതാക്കൾ പലരും പറഞ്ഞു എന്താണ്, ഇന്നലെ ജില്ലാ നേതാക്കളായ പലരും നമ്മൾ ഈ വാർത്ത നൽകിയ ശേഷം പ്രതികരണം നൽകിയപ്പോൾ ആനന്ദിനെ കണ്ടതായി ഓർമ്മയില്ല, അറിയില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ തന്നെ പുറത്തുവിട്ട ഒരു ഫോട്ടോയുണ്ട്. അതായത് CAA പ്രക്ഷോഭകാലത്ത് CAAയ്ക്കെതിരായ പ്രക്ഷോഭം നടക്കുമ്പോൾ BJPക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി CAA അനുകൂലിച്ചുകൊണ്ടുള്ള പരിപാടി നടക്കുമ്പോൾ അതിന്റെ വേദിയിൽ പ്രസംഗിക്കുകയാണ് ആനന്ദ്. അപ്പോൾ ആ വേദിയിൽ തിരുമനാനിൽ ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത മുതിർന്ന BJP നേതാവ് തിരുമനാനിൽ കൗൺസിലർ, അതുപോലെ തന്നെ മറ്റൊരു കൗൺസിലറായ മഞ്ജു, ഇവരെല്ലാം ആ വേദിയിലുണ്ട്. മുതിർന്ന സംഘപരിവാർ നേതാക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ വേദിയിലാണ് ആനന്ദ് പ്രസംഗിച്ചത്. അപ്പോൾ ആനന്ദിനെ അറിയില്ല എന്ന് ഇവരാരും പറയില്ല. തിരുമലാനിലിന്റെ അകന്ന ബന്ധു കൂടിയാണ് ആനന്ദ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആനന്ദ് അടിസ്ഥാനപരമായും സംഘപരിവാറുകാരനാണ്, RSS പ്രവർത്തകനാണ്. 20 വർഷമായി സംഘപരിവാറിന്റെ ഭാഗമായി RSS പ്രവർത്തകനാണ്. മുഖ്യ ശിക്ഷകമായി പ്രവർത്തിച്ചു. MG കോളേജിൽ പഠിക്കുന്ന കാലത്ത് UUC ആയിരുന്നു. അതിനുശേഷം താലൂക്കിന്റെയും അതുപോലെ തന്നെ ഉപനഗരത്തിന്റെയൊക്കെ ചുമതലയുള്ള RSSന്റെ ചുമതലക്കാരെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനന്ദിനെ സംഘപരിവാർ RSS നേതാക്കൾക്ക് അറിയില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. BJP നേതാക്കൾക്ക് ചുമതലപ്പെട്ടവർക്ക് അറിയില്ല എന്ന് പറയുന്നതും അവിശ്വസനീയമായ കാര്യമാണ്. ഇപ്പോൾ എന്തായാലും വിശദമായ പ്രതികരണം ഇക്കാര്യത്തിൽ നിന്നും BJP നേതൃത്വത്തിൽ നിന്നും കൂടി വരേണ്ടതുണ്ട്. പോലീസ് എന്തായാലും ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാകും? ദിവിഷ്, ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് എടപ്പഴിഞ്ഞിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഏതാനും അടുത്തൊരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആനന്ദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും, മോർച്ചറിയിലേക്ക് മാറ്റും. ഏതായാലും ആനന്ദിന്റെ അടുത്ത ബന്ധുക്കൾ, അളിയനെല്ലാം ഇവിടെ, സഹോദരി ഭർത്താവെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളുടെ ചില മുതിർന്ന ചില RSSന്റെ നേതാക്കൾ ഇവിടെ ഉണ്ട്. ആനന്ദ് കഴിഞ്ഞ ദിവസം ആ കുടുംബവുമായെല്ലാം തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന RSSന്റെ ചുമതലക്കാരായിട്ടുള്ളവരാണ്. പക്ഷേ ഇന്നലെ തന്നെ ഈ സംഘവുമായി RSSുമായി BJP RSSും തന്നെ അവഹേളിച്ചു എന്ന വിമർശനം വിഷമം അദ്ദേഹം ഈ ആത്മഹത്യക്കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ആ ആത്മഹത്യക്കുറിപ്പിന്റെ അവസാന ഭാഗത്ത് തന്നെ എന്റെ മൃതദേഹം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും അത് കാണാൻ ഒരു BJP RSS പ്രവർത്തകരെ നേതാക്കളെ അനുവദിക്കരുത്, താൻ ആഗ്രഹിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വിഷമം അടക്കം പങ്കുവച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ രാവിലെ 10 മണി സമയമാകുമ്പോഴും ഒരു സംഘപരിവാർ പ്രവർത്തകനാണ്, സജീവ പ്രവർത്തകനാണ്, വർഷങ്ങൾ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. അങ്ങനെ ഒരാൾ മരിച്ചിട്ടും ആത്മഹത്യ ചെയ്തിട്ടും ജീവൻ ഉപേക്ഷിച്ച് പോയിട്ടും ഇവിടെ നേതാക്കളോ പ്രവർത്തകരോ ആരും എത്തിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആനന്ദിന്റെ ആത്മഹത്യക്കുറിപ്പ് വന്നതിന് ശേഷം വലിയ തോതിൽ BJPയും RSSും വെട്ടിലാണ്. BJP തിരുവനന്തപുരം നഗരസഭയിൽ വലിയ പ്രചാരണം നയിക്കുമ്പോൾ ഒരു വശത്ത് തിരുമലാനിലിന്റെ ആത്മഹത്യ തന്നെ വലിയ പ്രതിരോധത്തിലാണ്. അതിനു പിന്നാലെ ആനന്ദിന്റെ ആത്മഹത്യ കൂടി വന്നപ്പോൾ, തിരുമലാനിലിന്റെ ആത്മഹത്യ ഉണ്ടായപ്പോൾ അന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പാർട്ടിക്കെതിരായ പരാമർശങ്ങളില്ല എന്ന കാര്യം പറഞ്ഞ് വിശദീകരിച്ചെങ്കിൽ ഇപ്പോൾ ആനന്ദിന്റെ ആത്മഹത്യക്കുറിപ്പിലെ പരാമർശങ്ങൾ പേരെടുത്തും RSSന്റെയും BJPയുടെയും നേതാക്കളുടെ പേരെടുത്തുകൊണ്ടുള്ള കൃത്യമായ പരാമർശമുള്ളതുകൊണ്ട് തന്നെ അത് പ്രതിരോധിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധത്തിലാണ് പാർട്ടി എന്നത് സത്യമാണ്. ശരിയാണ്. എന്തായാലും വളരെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് BJPയും കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് വിശദീകരിക്കേണ്ട ബാധ്യത നേതൃത്വത്തിനുണ്ട്.